നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പിൽ 2 പതിറ്റാണ്ടിന് ശേഷമുള്ള KSUവിന്റെ വിജയത്തിൽ വിശദീകരണവുമായി KSUവും യൂത്ത് കോൺഗ്രസും. ചേലക്കര പോളിയിൽ SFIയെ വിദ്യാർത്ഥികൾ ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞുവെന്നും കുറ്റപ്പെടുത്തൽ. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് P. അഖിലാഷ്, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ, KSU തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഗണേഷ് കുമാർ എന്നിവർ ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ 22 വർഷകാലത്തിന് ശേഷം ചരിത്രത്തിൽ 2ാം തവണ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പാനൽ ചേലക്കര പോളിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണ്. കഴിഞ്ഞ 22 വർഷകാലത്തെ SFIയുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്ക്, ക്യാമ്പസിനകത്ത് കേരളത്തിലെ മുഴുവൻ SFIക്കാരുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്ക് കേരളത്തിലെ ഉടനീളമുള്ള ക്യാമ്പസുകൾ വിധി എഴുതുന്നതിനോടൊപ്പം ചേലക്കര പോളിയിലെ പ്രബുദ്ധ വിദ്യാർത്ഥി സമൂഹവും SFIക്കെതിരെ വിധി എഴുതിയിരിക്കുകയാണ്. നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ, കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ പോളിടെക്നിക്കുകളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ തേരോട്ടം കേരളത്തിലുടനീളം നടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ചേലക്കര പോളിയിൽ 2001 ശേഷം ഇന്ന് 2023 എത്തി നിൽക്കുമ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ കഴിവുറ്റ ഒരു പാനൽ വിജയിച്ചിരിക്കുകയാണ്. വെറുമൊരു വിജയമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുകയില്ല. അതായത് ചെയർമാൻ മിഷാൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി വിജയിച്ചത് 203 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ചേലക്കര പോളിയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കമുള്ള എല്ലാവരും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ക്യാമ്പസിനകത്ത് മറ്റൊരു സംഘടന വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാസിസം കാണിക്കുന്ന SFI അതിനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു ക്യാമ്പസാണ്. ഞാൻ ചേലക്കര KSUവിൻ്റെ നിയോജകമണ്ഡലം ഭാരവാഹിയായിരുന്ന കാലം തൊട്ട്, ചേലക്കര പോളിയിലെ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന കാലം തൊട്ട് ഞങ്ങൾ ഇതെല്ലാം നേരിട്ട് വളർന്നു വന്നതാണ്. ഇവിടുത്തെ SFI ക്യാമ്പസിനകത്ത് കേരള വിദ്യാർത്ഥി യൂണിയൻ ഒരു കൊടി ഉയർത്തിയാൽ, ഒരു കൊടിമരം നാട്ടിയാൽ അത് പറിച്ചു കളയാനും അതിനെതിരെ പ്രതിഷേധം നടത്താനും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഈ SFIയുടെ ഈ നിലപാടുകൾ മറ്റുള്ള സംഘടനകളെ ജനാധിപത്യപരമായി നേരിടാതെ അവരുടെ ഫാസിസം അടിച്ചേൽപ്പിക്കുന്ന നിലപാടിലേക്ക് അവരെത്തുന്ന സാഹചര്യമുണ്ടായപ്പോൾ ചേലക്കര പോളിയിലെ പ്രബുദ്ധ വിദ്യാർത്ഥികൾ SFIയെ അവരുടെ കൃത്യമായ സ്ഥാനത്ത് തന്നെ ചേലക്കര പോളിയിലെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ക്യാമ്പസിൽ ചെയർമാൻ സ്ഥാനാർത്ഥി മിഷാൽ 203 വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ വൈസ് ലേഡി ചെയർമാൻ സ്ഥാനാർത്ഥി 197 വോട്ടുകൾക്കും മറ്റു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ 100-നും 150-നും വോട്ടുകൾക്ക് മുകളിൽ വിജയിച്ച സാഹചര്യമുണ്ടായി. ഇത് ചേലക്കരയിലെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിന് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. കഴിഞ്ഞ ഏറെ നാളുകളായി ഞങ്ങൾ പ്രവർത്തിച്ചത്, ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങൾ മുന്നിട്ടിറങ്ങിയ കാര്യങ്ങൾ, ഞങ്ങൾ കുട്ടികളോട് സംവദിച്ച ആശയങ്ങൾ, ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ വിദ്യാർത്ഥികൾ നെഞ്ചിലേറ്റി എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജനാധിപത്യം ഒരിക്കലും മരിക്കുകയില്ല, സത്യം ജയിക്കും, സത്യമേ ജയിക്കൂ എന്നുള്ള ഒരു സന്ദേശം ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചേലക്കര പോളിയിലെ വിജയം ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിജയമല്ല. കഴിഞ്ഞ 4-5 മാസത്തെ കഠിന പ്രയത്നം അതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, K. രാധാകൃഷ്ണൻ MLAയുടെ മൂക്കിൻ തുമ്പത്തുള്ള ഒരു ക്യാമ്പസ്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി പോയൊരു ക്യാമ്പസ്. ആ ക്യാമ്പസിൽ കഴിഞ്ഞ 4-5 വർഷമായി KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് PM അടക്കമുള്ള ആളുകളുടെ ഏറ്റവും പരിപൂർണമായ സഹായം അതൊരിക്കലും മറച്ചു വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ വിൽ പവർ തന്നെയാണ് ഞങ്ങൾക്ക് കരുത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ചേലക്കര പോളി പോലൊരു ക്യാമ്പസിൽ 800ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചേലക്കരയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്യാമ്പസിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ 7 സീറ്റ് നേടി വിജയിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. IHRD കോളേജിൽ 1 സീറ്റ് ലഭിച്ചപ്പോൾ അവിടുത്തെ ക്യാമ്പസിൻ്റെ വെളിയിൽ വന്ന KSU പ്രവർത്തകരെയും ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് PMനെയും ആക്രമിച്ച SFIയുടെ നിലപാട്, ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ തിരഞ്ഞെടുപ്പ് KSUവിൻ്റെ പാനൽ അതിശക്തമായ പാനലുള്ളപ്പോൾ UPയിൽ തിരഞ്ഞെടുപ്പ് നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ PTA ഇടപെട്ട് UPയിലും തിരഞ്ഞെടുപ്പ് വെച്ച് അവിടുത്തെ SFIയെ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ അവിടുത്തെ DYFIക്കാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ അന്ന് ഞങ്ങൾ ഓങ്ങി വെച്ചതാണ്, നിങ്ങൾക്കുള്ള മറുപടി അത് ചേലക്കര പോളിയിൽ നൽകുമെന്ന്. അത് ഞങ്ങൾ നൽകി കഴിഞ്ഞു എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്.